Hi friends, once again welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി നല്ല നാടൻ ടേസ്റ്റുള്ള കൂന്തൽ റോസ്റ്റ് ആണ്. കണവ എന്ന പേരിലും കൂന്തൽ മീൻ ചിലയിടങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. 250 ഗ്രാം കൂന്തലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിനു ശേഷമുള്ള തൂക്കമാണ് 250. ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിക്കുക. 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ വലിയ ജീരകം എന്നിവയിട്ട് വഴറ്റുക. വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഗന്ധവും സ്വാദും എണ്ണയിലേക്ക് ഇറങ്ങി വരണം. ഇങ്ങനെ ചെയ്തുണ്ടാക്കുന്ന ഏത് നോൺ വെജ് ഡിഷും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴറ്റിയ ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി ചതച്ചെടുത്ത് ചേർക്കുക. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുക. ഒപ്പം 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുക. ഒരു 2 മിനിറ്റ് മീഡിയം തീയിൽ ഇത് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്തത്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഇതിൽ ചേർക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഈ വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലകൾ കൂന്തലിൽ പിടിക്കുന്നത് വരെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. കൂന്തൽ വേവാൻ 10 മുതൽ 15 മിനിറ്റ് വരെ സമയം വേണ്ടിവരും. കൂന്തൽ അധികം വെന്തു പോയാൽ റബ്ബർ പോലെ ഇരിക്കും. സാധാരണഗതിയിൽ 10 മിനിറ്റ് വേവ് മതിയാകും. മൂടി കൊണ്ട് മൂടി 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുവാൻ മറന്നു പോകരുത്. കൂന്തലിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. വീണ്ടും മൂടി വെച്ച് വേവിക്കാം. കൂന്തൽ വേവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 12 മിനിറ്റ് ആയി. ഏതാണ്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഈ സമയം 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിൽ ചേർക്കുകയാണ്. അതിനുശേഷം 1 മിനിറ്റ് കൂടി വേവിക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി വിതറി സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. അടിപൊളി ടേസ്റ്റിൽ കൂന്തൽ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.